സൂര്യപ്രകാശം മുഖത്തടിച്ചതും അവളൊന്ന് മുഖം ചുളിച്ചു. ഉറക്കം വിട്ടുമാറാത്ത പോലെ തോന്നിയതും അവളൊന്ന് കണ്ണടച്ച് തുറന്നുകൊണ്ട് കൈകൊണ്ട് കണ്ണുകളൊന്ന് തിരുമി അവളൊന്ന് ഞെരിഞ്ഞു പിരിഞ്ഞു. പെട്ടെന്ന് അവൾ കടുത്ത ആരോ ഉള്ള പോലെ തോന്നിയതും അവൾ മുഖമൊന്ന് ചെരിച്ചു നോക്കി. അപ്പോഴാണ് അവൾ അത് കണ്ടത്. തൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി കിടക്കുന്ന ചെകുത്താൻ. അവളിൽ ഒരു വെള്ളിരി വെട്ടി. അവൾ അവനിൽ നിന്ന് പതിയെ പുറകോട്ട് വലിഞ്ഞു. പക്ഷേ എവിടെ? അവൾക്കൊന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അമ്മാതിരി പിടുത്തമാണ് ചെകുത്താൻ പിടിച്ചിരിക്കുന്നേ. പിന്നെ ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് എഴുന്നേൽക്കാൻ നോക്കി. പക്ഷെ അതും നടന്നില്ല. അവൾ പതിയെ ഒന്ന് തല ഉയർത്തി നോക്കി. അവൻ്റെ ഒരു കൈ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചാണ് കിടക്കുന്നത്. എൻ്റെ ഈശ്വര, ഈ കാലനൊന്നും ഉണർന്ന എൻ്റെ എല്ല് പോലും ബാക്കി വെക്കില്ല. അഭി മനസ്സിലോർത്ത് അവൻ്റെ കൈ പതിയെ എടുത്തു മാറ്റാൻ ശ്രമിച്ചു. എവിടുന്ന് അതിലേറെ സ്പീഡിൽ വയറിൽ വന്ന് അമർന്നു. അവൻ്റെ മുഖം കഴുത്തിലേക്ക് അമർന്നു. അവളുടെ ശരീരം ഒന്ന് പുളഞ്ഞുപോയി. തണുത്ത പ്രഭാതത്തിൽ അവൻ്റെ ശരീരത്തിലെ ചൂട് അവളിൽ വിയർപ്പ് കണങ്ങൾ ഉണ്ടാക്കാൻ ഇടയായി. അവൻ്റെ ശ്വാസം അവളുടെ ശരീരത്തിൽ തട്ടിയതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. അവളിൽ എന്തൊക്കെയോ മാറ്റം വരുന്നത് പോലെ തോന്നി അവൾക്ക്. അത്രത്തോളം അവൻ്റെ ശ്വാസം അവളെ കീഴ്പ്പെടുത്തി. അവനിൽ നിന്ന് വമിക്കുന്ന അവനിലെ ഗന്ധം അവളെ ആകെ തളർത്തിയെന്ന് വേണം പറയാൻ. എന്തുകൊണ്ടോ അവളുടെ ശരീരം വിറകൊണ്ടു. അവൻ്റെ ശ്വാസം പോലും തന്നെ തളർത്താൻ കഴിവുള്ളതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ബോധം വന്നതും അവൾ ഊക്കോടെ അവനെ തള്ളി മാറ്റി ബാത്റൂമിലേക്ക് ഓടിക്കയറി കിതച്ചുപോയി. ഇതൊന്നും അറിയാതെ അഗ്നി അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ബാത്റൂമിൽ കയറി അഭി ഡോറടച്ച് കുറ്റിയിട്ടു. അവളുടെ ഹൃദയം ഡപ്പാങ്കൂത്ത് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം വേണ്ടി വന്നു അവളിലെ വിറയൽ മാറി വരാൻ. കുറച്ചു സമയത്തിനു ശേഷം അവൾ കുളിച്ച് പുറത്തേക്ക് വന്നു. ഇന്നലെ രാത്രി തന്നെ രാവിലെ അവൾക്ക് ധരിക്കാനുള്ള ഡ്രസ്സ് അനുവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിരുന്നു. ഭാഗ്യം, കാലനിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. അല്ലെങ്കിൽ കാണാമായിരുന്നു കാലിൻ്റെ തെറിയ അഭിഷേകം. അതും പറഞ്ഞ് മുടി നന്നായി തുവർത്തി മുണ്ടുകൊണ്ട് കെട്ടിവെച്ചു. അല്ലെങ്കിൽ ഇനി ചെകുത്താന് അത് മതി, മുടി അഴിച്ചിട്ടു എന്ന് പറഞ്ഞെൻ്റെ മെക്കിട്ട് കയറാൻ. അതും പറഞ്ഞ് സിന്ദൂരവും തൊട്ട് ഒന്നുകൂടെ അവനെ നോക്കി. ഫാനിൻ്റെ കാറ്റിൽ പാറി പറക്കുന്ന അവൻ്റെ ചെമ്പൻ മുടി ഒരു പ്രത്യേക ഭംഗി തോന്നി അവൾക്ക് ആ നിമിഷം. അയ്യോ വേണ്ട, ഈ കാലം ഞാൻ നോക്കുന്നത് കണ്ട അത് മതി, പിന്നെ എന്നെ ചുമരിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. അത് മനസ്സിൽ പറഞ്ഞവൾ പുറത്തേക്ക് ഓടിപ്പോയി. എന്നാലും ആ കാലൻ എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചു കിടന്നത്? അങ്ങേരുടെ കൈ എൻ്റെ വയറ്റത്തല്ലായിരുന്നു. അവളുടെ കൈ പതിയെ വയറിൽ അമർന്നു. ആ നിമിഷം അവളുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോയി. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് ആ സമയം മനസ്സിലായില്ല. അതോർക്കും തോറും അവളിൽ ഒരു കുളിരു നിറയാൻ തുടങ്ങി. അയാളുടെ സാമീപ്യം എന്നെ വേറെന്തോ അനുഭൂതിയിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് അനുവിൻ്റെ റൂമിലേക്ക് പോയി അവൾ. അവളെ നോക്കിയപ്പോൾ പെണ്ണ് നല്ല ഉറക്കത്തിലാ. അത് കണ്ടാ പിന്നെ എനിക്ക് സഹിക്കുമോ? ഒരൊറ്റ അടി വെച്ചു കൊടുത്തു, നടുമ്പുറത്തിന് തന്നെ. എൻ്റെ അമ്മേ! അതും പറഞ്ഞ് നിലവിളിച്ചനു എഴുന്നേറ്റിരുന്നു. എൻ്റെ അഭിയേച്ചി, എന്തിനെന്നെ തല്ലിയേ? എല്ലാവർക്കും തല്ലാനുള്ളൊരു ചെണ്ടയാണ് ഞാൻ. രാവിലെ തന്നെ എന്നെ വന്ന് തല്ലാൻ. അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അനു പെറുപെറുത്തു. പിന്നെ ഞാൻ ആരെ തല്ലണം? എൻ്റെ ഏട്ടനെയോ? അങ്ങേര് മിക്കവാറും എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കും. അതും പറഞ്ഞവൻ അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നതോർത്തു. അഭിയുടെ നിൽപ്പ് കണ്ട് അനുവിൻ്റെ മനസ്സിൽ ലഡുപൊട്ടി. അതെന്താ ചേച്ചി? എൻ്റെ ഏട്ടനെ ആദ്യരാത്രിയിൽ ചേച്ചിയെ നന്നായിട്ട് സ്നേഹിച്ചോ? ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോ? നാണത്തോടെയുള്ള അനുവിൻ്റെ സംസാരം കേട്ട് അഭിക്കങ്ങ് വിറഞ്ഞു കയറി. ഡി നിന്നെ ഞാൻ! അതും പറഞ്ഞ് തലയിണെടുത്ത് അനുവിനെ തല്ലാൻ തുടങ്ങി. എൻ്റെ പൊന്നു ചേച്ചി, സോറി, ഞാൻ അറിയാതെ ചോദിച്ചതാ, എന്നെ വെറുതെ വിട്ടേക്ക്. അതും പറഞ്ഞ് അനു ഒഴിഞ്ഞു മാറി. അഭി അവളുടെ സംസാരം കേട്ട് ചിരിച്ചു പോയിരുന്നു. ഡി പെണ്ണെ,
നീ എണീറ്റ് വാ, ഞാൻ അടുക്കളയിൽ കാണും. അബി എണീറ്റ് നടന്നുകൊണ്ട് പറഞ്ഞു. ബ്ലഡി ഗ്രാമവാസിസ്, എന്നെ ഉണർത്താൻ വേണ്ടി വന്നതാണല്ലേ, ഞാൻ എണീക്കില്ലപ്പോ. അതും പറഞ്ഞാൽ തലുവഴി പുതപ്പ് മൂടി വീണ്ടും കിടന്നുറങ്ങി. അബി നേരെ അടുക്കളയിലേക്ക് വിട്ടു. ആഹാ മോള് നേരത്തെ എണീറ്റോ? ഇതാ മോളെ, ചായ കുടിക്ക്. ശാലിനി അവളുടെ നേരെ ചായക്കപ്പ് നീട്ടിക്കൊണ്ട് പറഞ്ഞു. മോളെ, എൻ്റെ 2 മക്കളും എണീറ്റില്ലേ ഇതുവരെ? ശാലിനി ഒരു സംശയത്തോട് അവളോട് ചോദിച്ചു. ഇല്ലമ്മേ, 2 ഉറക്കമാ. അനുവിനെ പോയി ഞാൻ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ പോന്നേക്ക് വീണ്ടും കിടന്നുറങ്ങി അവൾ. അമ്മയെ നോക്കി ഒരു ചിരിയോടെ മറുപടി പറഞ്ഞു. അവൾ അങ്ങനെ തന്നെ മോളെ, എൻ്റെ കയ്യിൽ നിന്ന് 2 മേടിച്ചാൽ അവൾ എണീക്കൂ. പറഞ്ഞാലൊരു അനുസരണയുമില്ല അവൾക്ക്. അടി കൊടുക്കണം പെണ്ണിന്. ശാലിനി കുറച്ച് ഗൗരവത്തോടെ പറഞ്ഞു. വേണ്ടമ്മ, അവൾക്ക് ഇപ്പോഴല്ലേ ഇങ്ങനെ ഉറങ്ങാൻ പറ്റൂ. അതും ശരിയാ മോളെ. പിന്നെ കണ്ണിനിപ്പോൾ എണീറ്റിട്ടുണ്ടാകും. അവൻക്ക് കുറച്ച് സമയം വർക്കൗട്ട് ഉള്ളതാ. മോളെ, ഈ ഗ്രീൻ ടീ അവൻക്ക് കൊണ്ടുകൊടുക്ക്. ഒരു കപ്പ് അവളുടെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് അമ്മ പറഞ്ഞു. അബി ചെറിയൊരു പേടിയോടെ റൂമിലേക്ക് നടന്നു. എൻ്റെ ഈശ്വര, ആ കാലിൻ്റെ പ്രതികരണം എങ്ങനെ ആയിരിക്കുമോ എന്തോ. എന്നെ തൂക്കിയെടുത്ത് എറിയാതിരുന്നാൽ മതിയായിരുന്നു. അതും പറഞ്ഞവൾ റൂമിലേക്ക് നടന്നു. റൂമിലെത്തി ഡോറ് തുറന്നതും അവൻ റൂമിലില്ലായിരുന്നു. ഇയാളിതെവിടെ പോയി? ഇനി കുളിക്കായിരിക്കുമോ? പക്ഷേ ഒരു സൗണ്ടും കേൾക്കുന്നില്ലല്ലോ. അതോ ഇനി ഉരുട്ടിക്കയറ്റാൻ പോയതായിരിക്കുമോ? പറയാൻ പറ്റില്ല. അങ്ങനെയാണല്ലോ ആ ശരീരം ഉള്ളത്, മസിലും പെരുപ്പിച്ച്. അതും ഓർത്ത് തല ഉയർത്തിയതും ഒരു ഷോർട്സ് മാത്രം ധരിച്ച് തല തുവർത്തി ബാത്റൂമിൽ നിന്ന് വരുന്ന അഗ്നിയെ കണ്ട് അബി ഒരു നിമിഷം സ്റ്റെക്കായി പോയി. അവൻ്റെ ജിം ബോഡിയും മുടിയിൽ നിന്ന് അവൻ്റെ കഴുത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളിയും വെളുത്തു തുടുത്ത ശരീരവും എല്ലാം കൂടെ കണ്ട് പെണ്ണാകെ കിളിപോയ അവസ്ഥയായിരുന്നു. അയ്യേ, ഇങ്ങർക്ക് തുണിയെടുത്ത് നിന്നൂടെ? ഈശ്വര, ഇങ്ങനെ ഒരു പെണ്ണിവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ അങ്ങേർക്ക്? ഒരു നാണോ മാനോ ഇല്ലാത്ത മനുഷ്യൻ. അവൾ അവനെ കിളിവാറി നോക്കിക്കൊണ്ട് ആത്മഗതിച്ചു. അതിന് നിന്നോടെന്നെ നോക്കാൻ ഞാൻ പറഞ്ഞോടി പുല്ലേ. ഇതെൻ്റെ വീട്, എൻ്റെ മുറി. അപ്പം പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ളതിട്ട് ഇതിലൂടെ നടക്കും. അത് ചോദിക്കാൻ ആരും വരണ്ട, കേട്ടല്ലോ? അബി മനസ്സിൽ പറഞ്ഞതിന് മറുപടി കറക്റ്റായിട്ട് അവൻ ഉറക്കെ പറഞ്ഞു. അപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് മാറി നിന്നു. അയ്യേ, ഇങ്ങനെ ഞാൻ മനസ്സിൽ പറഞ്ഞത് എങ്ങനെയാ കേട്ടത്? അവൾ ഗഹനമായി ചിന്തിക്കാൻ തുടങ്ങി. ഇയാൾക്കിനി മൈൻഡ് റീഡിങ് വല്ലതും അറിയുമോ ഈശ്വര? ഇനി കൂടുതൽ മോള് ചിന്തിക്കേണ്ട. എൻ്റെ ശരീരത്തിലെ ചോര ഊറ്റി കുടിക്കുന്ന രീതിയിലുള്ള നിന്റെ നോട്ടം കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് തൻ്റെ മനസ്സിലെന്ന്. വീണ്ടും അവളുടെ മനസ്സിലെ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞതും, എൻ്റെ ഈശ്വര, ദാ വീണ്ടും. അപ്പം ഞാൻ നോക്കുന്നത് അയാൾ കണ്ടു. അയ്യേ, നോക്കാൻ പറ്റിയൊരു ശരീരം. അവൾ അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചു. അവളുടെ പുച്ഛം കണ്ടതും അഗ്നിക്കത് തീരെ അങ്ങ് ദഹിച്ചില്ല. അവൻ ടവൽ അവിടെ വിരിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ വരവ് കണ്ട് അവളുടെ ഉള്ളിൽ വെള്ളിരി വെട്ടി. അവൾ വേഗം ചായ ടേബിളിൽ വെച്ച് ഓടാൻ നിന്നതും അഗ്നിയുടെ കൈ അവളുടെ കൈകളിൽ പിടുത്തമിട്ടതും ഒരുമിച്ചായിരുന്നു. ഒറ്റ വലിക്ക് അവൻ്റെ ദൃഢമായ നെഞ്ചിൽ തട്ടി നിന്നു അവൾ. എന്താടി നിനക്ക് എൻ്റെ ശരീരത്തിനോടൊരു പുച്ഛം? അഗ്നിയുടെ ചുടുനിശ്വാസം അവളിൽ തട്ടിയതും അവളൊന്ന് വിറച്ചുപോയി. അബി അവനിൽ നിന്ന് കുതറുന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അഗ്നി കുറച്ചുകൂടെ അവളെ പിടിച്ച് അവനിലേക്ക് ചേർത്തു നിർത്തി. അവളുടെ കെട്ടിവെച്ചിരിക്കുന്ന മുടി അവൻ്റെ നെഞ്ചിൽ അമർന്നുപോയി. പറയടി, എന്തേ ഇപ്പം നിനക്ക് പുച്ഛിക്കണ്ടേ? അവൻ്റെ നഗ്നമായ ശരീരത്തിലെ വെള്ളത്തുള്ളികൾ അവളിലേക്ക് പടരാൻ തുടങ്ങി. അപ്പോഴും അവളിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് വന്നില്ല. എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ അവൻ്റെ സാമീപ്യം കാരണം അവളുടെ നാവൊന്ന് ചലിക്കുന്നത് പോലുമില്ല. അഗ്നിയാണെങ്കിൽ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അവളുടെ മുടിയിൽ നിന്ന് വമിക്കുന്ന ഷാമ്പുവിൻ്റെയും എണ്ണയുടെയും ഗന്ധം അവളിലേക്ക് കൂടുതൽ അവനെ അടുപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അതിനനുസരിച്ച്
അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നു. അഭിയൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ആ പിടുത്തത്തിൽ. അവൻ്റെ കൈയിലെ തണുപ്പ് അവളുടെ ശരീരത്തിലേക്ക് ഒഴുകിയിറങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. എൻ്റെ ഈശ്വര, ഈ കാലൻ എന്തിനുള്ള പുറപ്പാടാ? അവൾ ഒരു നിമിഷം മനസ്സിൽ ചിന്തിച്ചു പോയിരുന്നു. അഗ്നി അവളുടെ മുടിയുടെ ഗന്ധം അവൻ്റെ നാസികയിലേക്ക് നന്നായി വലിച്ചെടുത്തു. അവൻ്റെ ശരീരമൊന്ന് ചൂട് കയറിയതുപോലെ തോന്നി അവൻക്ക്. എന്ത് ഷാമ്പുവാണ് പെണ്ണെ നീ നിന്റെ മുടിയിൽ യൂസ് ചെയ്യുന്നത്? ഒരു കാറ്റ് പോലെ അവളുടെ ചെവിയിൽ ചോദിച്ചു അവൻ. ആ നിമിഷം അവളുടെ കൈ രണ്ടും ചുരിദാറിൽ അമർന്നു. അപ്പോഴും അവളുടെ നാവ് പൊങ്ങിയില്ല അവനുള്ള മറുപടിക്ക്. ഇനിയും ഇങ്ങനെ നിന്ന ഈ ചെകുത്താനിനെ പീഡിപ്പിക്കുമെന്ന് തോന്നിയ നിമിഷം അവൻ്റെ പള്ളക്കിട്ട് മുട്ടുകൈ കൊണ്ടൊരൊറ്റ കുത്ത് വെച്ചു. അവളിൽ നിന്ന് അങ്ങനെയൊന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവന് ചെറുതായിട്ടൊന്ന് വേദനിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ പിടുത്തം അവളിൽ നിന്ന് അയഞ്ഞിരുന്നു. പെട്ടെന്നാണ് അവൾക്ക് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നത്. അവൾ പേടിയോടെ അവനെ ഒന്ന് നോക്കി. അഗ്നിയാണെങ്കിൽ കട്ടക്കലിപ്പോടെ അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. അവളെ ഇപ്പം ജ്യൂസാക്കി കൊടുത്ത ഒറ്റ വലിക്ക് കുടിച്ചു കളയുമെന്ന പോലെയാണ് അവൻ്റെ നിൽപ്പ്. അവൾക്ക് പേടി കാരണം ഒന്ന് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. ഡി അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചീറി വരുവായിരുന്നു അവൻ. മോനെ, പെട്ടെന്നാണ് അമ്മ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചത്. ആ നിമിഷം അഭി നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചു. എൻ്റെ ഈശ്വര, അമ്മ വന്നത് ഭാഗ്യം, അല്ലെങ്കിൽ ഇങ്ങേരെന്നെ ഞെക്കി കൊന്നേനെ. അതും പറഞ്ഞ് അവനെ നോക്കിയതും അവൻ്റെ കണ്ണിൽ തീ കത്തി നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി അവൾക്ക്. അത്രത്തോളം തീക്ഷ്ണത ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണിൽ. അപ്പോഴേക്കും അമ്മ അകത്തേക്ക് കയറി വന്നു. അഗ്നി അപ്പോഴേക്കും ഡ്രോയർ തുറന്നൊരു ടീഷർട്ട് എടുത്ത് ധരിക്കാൻ തുടങ്ങി. എന്താ അമ്മേ? ദേഷ്യം മുഴുവൻ ഉള്ളിൽ ഒതുക്കി അവൻ ചോദിച്ചു. അത് മോനെ, നീ മോളെയും കൊണ്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വാ, അവൾക്ക് ഡ്രസ്സൊന്നുമില്ലല്ലോ. അഭിയെയും അവനെയും നോക്കി അമ്മ പറഞ്ഞു. അതിനഭിയെ കലിപ്പിൽ നോക്കിക്കൊണ്ട് അവനൊന്ന് അമർത്തി മോളി. അത് പറയാൻ വന്നതാ അമ്മ. എന്ന മോളെ, ചായ കുടിച്ചേ അവൻ്റെ കൂടെ പോവാൻ നോക്ക്. എന്നിട്ട് മോൾക്ക് വേണ്ടതെല്ലാം വാങ്ങിയിട്ട് വന്നാൽ മതി ഇങ്ങോട്ട്. ശരിയമ്മേ, അഭി അമ്മയെ നോക്കി ദയനീയമായി പറഞ്ഞു. എന്നാൽ 2 ചായ കുടിക്കാൻ വാ, മുത്തശ്ശി നിങ്ങളെ കാത്തിരിക്കുക. അതും പറഞ്ഞമ്മ പുറത്തേക്ക് പോയി. അഭി പോവാൻ നിന്നതും അഗ്നി വേഗം പോയി ഡോർ ചേർത്തടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ഡോറിൽ ചാരി ഒരു കാല് ഡോറിൽ വെച്ച് 2 കൈയും കെട്ടി അവളെ തന്നെ നോക്കി നിന്നു. അഭിയാണെങ്കിൽ പെട്ടല്ലോ എന്നോർത്ത് പേടിച്ചു വിറച്ച് നിൽക്കുവാണ്. മാറിക്കേ, എനിക്ക് പുറത്തു പോകണം. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവളിൽ നിന്നൊരു കാറ്റ് പോലെയാണ് പുറത്തേക്ക് വന്നതെങ്കിലും ചെറുതായിട്ട് സൗണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കേട്ടിരുന്നു. എന്നാൽ അവളുടെ വാക്കുകൾക്ക് പോലും ഒരു മറുപടി പറയാതെ അവൻ അവളിലേക്ക് ചുവടുകൾ വെച്ചു. അഭിയാണെങ്കിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ പേടിച്ചു വിറച്ച് നിൽക്കുവാണ്. എന്നാൽ അവളുടെ പേടിയൊന്നും അവൻ മൈൻഡ് ചെയ്യാതെ അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ചവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു.